എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയും രാഷ്ട്രീയമായിട്ടും പേഴ്സണലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാം. അതിൽ തന്നെ വ്യക്തിപരമായ പരാമർശങ്ങളിൽ ആര് പറഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ ഗുരുതരമായത്, എന്തുകൊണ്ടാണത് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ തന്നെ കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും ഒക്കെ ഇടയിൽ ഇപ്പോൾ പ്രചാരത്തിലുമുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ വികസനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രഖ്യാപനങ്ങളിലെ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഈ രണ്ടാൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിന് ഒരു തരത്തിലുള്ള അപ്പർ ഹാൻഡും ഇല്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ടോൾ ക്ലെയിമുകളെയെല്ലാം തന്നെ മലർത്തിയടിക്കുന്ന തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള ഒബ്സർവേഷൻസ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഈ നീ പോമോനെ എന്ന പ്രയോഗവും ഡാഷ് മോനെ എന്നുള്ള പ്രയോഗവും ഒക്കെ മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ പോരാ, മറിച്ച് ഈ ഗുരുതരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. കേരളം എക്സ്പോസ്ഡ് ആയി പോയിരിക്കുന്ന, നമുക്കൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ലാത്ത ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ ആദ്യം തന്നെ നോക്കേണ്ടത് ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള GSDP നിരക്കുകളുടെ വ്യത്യാസമാണ്. കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത് ഏതാണ്ട് 12 ലക്ഷം കോടി രൂപയാണ് എങ്കിൽ തെലങ്കാനയിൽ അത് 16 ലക്ഷം കോടി രൂപയാണ്. അതായത് കേരളത്തിനേക്കാൾ GSDP കണക്കിൽ ബഹുദൂരം മുന്നിലാണ് തെലങ്കാന. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിനോട് പോയി നിന്റേത് ശരിയായിട്ടുള്ള വികസനമല്ല, നിന്റെ നാട്ടിലാണ് പട്ടിണിക്കാർ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. തെലങ്കാന എന്ന സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നമ്മുടേതിനേക്കാൾ വളരെ വളരെ മെച്ചമാണ് എന്ന കാര്യത്തിനെക്കുറിച്ചും അത് കൂടുതൽ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കണക്കുകളും ബോധ്യമാകുന്ന വസ്തുതകളും നമ്മളുടെ മുന്നിലുള്ളപ്പോൾ അതിന് നേരെ നോക്കി നമ്മൾ കൊഞ്ഞനം കുത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ കണക്കുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ശ്രീ രേവന്ത് റെഡ്ഡി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 16.1 ലക്ഷം കോടി രൂപയാണ് എൻ്റെ സംസ്ഥാനത്തിൻ്റെ GSDP എന്ന്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ശരാശരി വളർച്ചാ നിരക്ക് 9.9% എങ്കിൽ അതിനേക്കാൾ 0.2% അധികം 10.1% വളർച്ചയാണ് തെലങ്കാനയിലുള്ളത്. അപ്പോൾ ദേശീയ ആവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന വളർച്ച റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിനോടാണ് നമ്മൾ പറയുന്നത് നമ്മുടേതാണ് മെച്ചപ്പെട്ട സദ്ഭരണം, നമ്മുടേതാണ് മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനം എന്ന്. ആ ഒരു അവകാശവാദവും എക്സ്പോസ്ഡ് ആകുന്ന ഒരു കൃത്യമായിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള മറുപടിയാണ് ഇവിടെ ശ്രീ രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തെലങ്കാനയിലെ ആൾക്കാരുടെ ആളോഹരി വരുമാനം എന്നത് 3.87 ലക്ഷം രൂപയാണ്. അത് കേരളത്തിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് തെലങ്കാന മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നുണ്ട്. ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകളാണ്. അതല്ലാതെ ഒരാളും വ്യാജമായിട്ടുണ്ടാക്കുന്നതോ PR വഴി പടച്ചുവിടുന്നതോ ആയിട്ടുള്ള കണക്കുകളല്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരു ഭാഗത്ത് PR വഴി മേനി നടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥ അപ്രൂവ്ഡ് ആയിട്ടുള്ള കണക്കുകൾ മുന്നിൽ വെച്ച് ഒരാൾ നമ്മളെ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൗണ്ടറായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് ആ വാദത്തിൻ്റെ മുനയൊടിക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ GSDPയുടെ കണക്കിലാണെങ്കിലും നമ്മുടെ വളർച്ചാ നിരക്കിൻ്റെ കണക്കിലാണെങ്കിലും നമ്മുടെ ആളോഹരി വരുമാനത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കണക്കിലാണെങ്കിലും നമ്മൾ തെലങ്കാനയേക്കാൾ ബഹുദൂരം പിന്നിലാണ് എന്നുള്ളതാണ് വസ്തുത. വെറുതെ രേവന്ത് റെഡ്ഡിയുമായിട്ട് കൊമ്പ് കോർക്കാൻ പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ കണക്കുകളാൽ എക്സ്പോസ്ഡ് ആകുന്ന ഒരു സാഹചര്യം, ഒരു എംബാരസ്മെൻറ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. കാരണം അതൊരു കണക്കായിട്ട് ഒരാളിനോട് പോരടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പ്രതിരോധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം കുറച്ചുകൂടി വിജിലൻ്റ് ആകേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി കേരളത്തിൽ ഇപ്പോഴും പരക്കെ വിമർശിക്കപ്പെടുന്ന, അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ പല ധാരകളിൽ നിന്നുള്ള ആൾക്കാർ, മാധ്യമ സ്ഥാപനങ്ങൾ, ഇവരിൽ നിന്നെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വിമർശനമുണ്ടാകുന്ന ഒരു കണക്കാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി എന്നുള്ളത്. 64,006 കുടുംബങ്ങൾ മാത്രമാണ് കേരളത്തിൽ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നും അതിലെ അവസാനത്തെ കുടുംബത്തിനെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ മാറ്റി അത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇനിയും നടപ്പാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം മേനി നടിച്ചു. അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനവും നടത്തി. എന്നാൽ ആ സമയത്ത് പോലും നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വളരെ ദുരിതം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറീസ് വീഡിയോ സ്റ്റോറികളായിട്ട് തന്നെ ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ BJP സ്ഥാനാർത്ഥി ദൃശ്യങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചതുമാണ്.
ഞാൻ പറയുന്നത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വ്യക്തമായിട്ട് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടപ്പോൾ എന്തിനാണ് ഈ 64,006 കുടുംബങ്ങൾ മാത്രമാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നും അവരെ എല്ലാവരെയും നമ്മൾ അവിടെ നിന്ന് എലിവേറ്റ് ചെയ്തു എന്നുമുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നത്? ഇതിൽ ശ്രീ രേവന്ത് റെഡ്ഡി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാര് തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് സ്വതന്ത്രമായി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഏജൻസി വെറ്റ് ചെയ്തിട്ടുള്ള കണക്കല്ല ഇത്, മറിച്ച് ഇത് സംസ്ഥാനം തന്നെ പറയുന്നതാണ്. അതായത് ഞാൻ വലിയ മഹാനാണ് എന്ന് ഞാൻ തന്നെ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിമാണിത്. അതല്ലാതെ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഇത്തരം കണക്കുകളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ക്രെഡിബിലിറ്റിയുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയോ പറയുന്ന കണക്കല്ല ഇതൊന്നും. ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം കണക്കാണ്. അതായത് സംസ്ഥാന സർക്കാർ തന്നെ സ്വയം PR നടത്തുന്നതിന് തുല്യമായിട്ട് അവർ തന്നെ കണക്കുണ്ടാക്കുന്നു, അവർ തന്നെ പ്രഖ്യാപനം നടത്തുന്നു. അതല്ലാതെ ഇൻഡിപെൻഡൻറ്റ് വെട്ടിംഗ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ശ്രീ രേവന്ത് റെഡ്ഡിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. നീതി ആയോഗിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ്. അത്തരത്തിലുള്ള കണക്കുകളിൽ അഴിമതി മുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിനെ അദ്ദേഹം എതിർക്കുന്നില്ല. ശരി, നല്ല കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഒറ്റ സ്ട്രോക്കിൽ അദ്ദേഹം കേരളത്തിൻ്റെ വാദങ്ങളെയെല്ലാം തന്നെ തകർക്കുന്നതും ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിൽ ഒന്നായിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. താങ്കളുടെ ഭരണകാലത്ത് ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളമെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അതിലെ 4.5 കിലോ സ്വർണം എവിടെ പോയി എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിശ്ചയമായും നീതി ആയോഗിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയോ അതിന് കാരണമായിട്ടുള്ള പീരീഡോ പരിഗണനാ വിഷയമായിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നതും അതുമായി ബന്ധപ്പെട്ട് 4.5 കിലോ സ്വർണമെങ്കിലും തട്ടിച്ചിട്ടുണ്ട്, അത് എവിടെ പോയി എന്നതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോഴുമില്ല എന്നീ കാര്യങ്ങളെയും അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും തന്നെയാണ് നാണക്കേട് എന്ന കാര്യവും ശ്രീ പിണറായി വിജയനും CPM തിരിച്ചറിയേണ്ടതാണ്. ഒപ്പം കേരളത്തിൽ 2019 നടന്നിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ നടന്നിരിക്കുന്ന തിരുവനന്തപുരത്തെ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടിയുള്ള സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കർ ജയിലിൽ കിടന്നതടക്കമുള്ള കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കളുടേത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എങ്കിൽ താങ്കളുടെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തിൽ പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു ചോദ്യം കൂടി ശ്രീ രേവന്ത് റെഡ്ഡി ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കേരളവുമായിട്ടുള്ള മറ്റൊരു വ്യത്യാസം കൂടി പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മളെല്ലായ്പ്പോഴും ആൾക്കാർക്ക് എന്ത് കൊടുക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് നടത്തുക. CPM അടക്കമുള്ള അവരുടെ പ്രകടന പത്രിക നോക്കിക്കഴിഞ്ഞാലും നമുക്കത് തന്നെയാണ്. അതായത് പണം എങ്ങനെയാണ് ചെലവാക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ വോട്ടർമാരോട് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പരാമർശവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെയും അദ്ദേഹം പറയുന്നത് അതാണ്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിനുള്ള മേജർ ഡിഫറൻസ് അതാണ്. എങ്ങനെയാണ് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. തെലങ്കാന റൈസിംഗ് എന്നുള്ളൊരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. അത് അദ്ദേഹം നടപ്പാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ആ സംസ്ഥാനത്തിനെ മാത്രം $1 ട്രില്യൺ എക്കോണമിയായിട്ട് വളർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു ആശയത്തിനെ മുന്നേക്ക് വെക്കുന്നതിന് ശ്രീ പിണറായി വിജയന് സാധിക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് വെറുതെ വാക്കിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമല്ല തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പകരം ആ 1 ട്രില്യൺ എക്കോണമിയിലേക്ക് എങ്ങനെയാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ വരുന്നത്, അതിനുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിൻ്റെ പദ്ധതികൾ അവിടെ നടപ്പാക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടി അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അതിന് 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അവരെ സഹായിക്കുന്നു എന്നാണ്. അതിലൊന്ന് ഹൈദരാബാദിലെ ഫ്യൂച്ചർ സിറ്റിയാണ്, മറ്റൊന്ന് സാഹിറാബാദിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. ഇത് രണ്ടും ആ സംസ്ഥാനത്തിൻ്റെ GSDPക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ് എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഇന്ത്യയിൽ എല്ലാവർക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിനോടാണ് നമ്മൾ ചെന്നിട്ട് നമ്മളോട് പോരടിക്കാൻ നിനക്ക് ചുണയുണ്ടോടാ എന്ന മട്ടിലുള്ള ഡാഷ്മോനെ പ്രയോഗമൊക്കെ തന്നെ നടത്തുന്നത്. അതുകൊണ്ട് ആധികാരികമായി വെറ്റ് ചെയ്തിരിക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ തെലങ്കാനയുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന മോഡൽ ഒന്നുമല്ല എന്ന് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഈ കത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റിയലൈസേഷൻ പോയിന്റായി മാറട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിനെന്ന് മനസ്സിലായാലും നമ്മുടെ നാട്ടിൽ കുറേയധികം അന്തം കമ്മികളുണ്ട്. ഇത്തരത്തിലുള്ള PR പോസ്റ്ററുകൾ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഇടങ്ങളിലും പ്രചരിപ്പിക്കാൻ മാത്രമായിട്ട്
അതിനെ ജീവിത നിയോഗമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കുറേയധികം അന്തം കമ്മികൾ അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ബോധമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം എക്സ്പോസ്ഡ് ആകുന്ന പണി ശ്രീ പിണറായി വിജയൻ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.